എൻ്റെ പേര് മിനി ബിജു. ഞാൻ മാളമടുത്തുംപടിയിൽ നിന്ന് വരുന്നു. എനിക്ക് 4 വർഷത്തോളമായിട്ട് സന്ധിവാതം ഉണ്ടായിരുന്നു. ഞാൻ ഏകദിന കൺവെൻഷനിൽ ജൂലൈ തുടങ്ങി ഞാൻ എല്ലാ മാസവും വരുമായിരുന്നു. അന്ന് തുടങ്ങി ജപമാല കൂടുമായിരുന്നു. അതുപോലെ ഓഗസ്റ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സന്ധിവാതമുള്ള മകളെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ ആയിരിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് അച്ഛനെ കാണാൻ സങ്കീർത്തി ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ തലക്ക് പിടിച്ചിട്ട് പറഞ്ഞു, നിന്നെയാണ് വിളിച്ച് പറഞ്ഞത്, നീ സാക്ഷ്യം പറയണം, നിൻ്റെ സന്ധിവാതം മാറി. അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ എനിക്ക് സന്ധിവാതം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഓഗസ്റ്റിലാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞത്. ഇപ്പൊ ഇത്രയും നാളായിട്ട് നല്ലൊരു കയ്യിലെടുത്ത് സന്ധിവാതം പലർക്കും ഉണ്ടാവും ഈ സമൂഹത്തില്. പിന്നെ രണ്ടാമത്തത് എൻ്റെ മകന് വേണ്ടിയാണ്. മകൻ ഇതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി UK പഠിക്കാൻ പോകാൻ വേണ്ടി ലോൺ എടുത്തപ്പോൾ ലോൺ എന്ത് ചെയ്താൽ കിട്ടണില്ല. ഓഗസ്റ്റിൽ അവനെ ഞാൻ കൊണ്ടുവന്നു. അതുപോലെ ഇവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു, അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞ് നിൻ്റെ കാതിൽ കമ്മലുണ്ട്, അത് ഊരാൻ പറഞ്ഞു. അത് ഊരാൻ പറഞ്ഞു. പിന്നെ അച്ഛൻ തേൻ കഴിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ലോൺ കിട്ടണില്ലാണ്ടായപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു പോകാൻ പറ്റാത്തതുകൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് ചെന്ന് കമ്മൽ ഊരി. അത് ഊരിക്കഴിഞ്ഞു ഒരു സെപ്റ്റംബർ ആയപ്പോൾ പോകണമായിരുന്നു. സെപ്റ്റംബറിൽ ചെന്ന് ലോൺ ഞങ്ങൾ SBIയിൽ പോയി അന്വേഷിച്ചപ്പോൾ സാറ് പറഞ്ഞു, നിനക്ക് ലോൺ തരാം, നീ പോയിക്കോ, നിനക്ക് അങ്ങനെ ലോൺ കിട്ടി. അവനിപ്പോൾ UK-ലാണ്, അവനവിടെ പഠിക്കുന്നു. നന്ദി പറയാം. ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നന്ദി പറയും. ഓക്കെ, അടുത്ത ആൾ കേട്ടോ. നമ്മളൊരു ഞാൻ പറഞ്ഞു കരുതാണ്, ഈ ആൺകുട്ടികൾ ഈ കമ്മലിടുന്നത് വളരെ ഡേഞ്ചറാണ് കേട്ടോ. ഈ പെൺകുട്ടികൾ മൂക്കുത്തി സെക്കൻഡ് സ്റ്റഡ് കുത്തുന്നേക്കാൾ ഡേഞ്ചറായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ആൺകുട്ടികൾ ഇങ്ങനെ കമ്മലിട്ട് നടക്കുന്നത്. അത് അവർക്കും അവരുടെ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കും വലിയ സഹനം വരുത്തി വയ്ക്കാൻ കാരണമായി തീരും. ഇതിപ്പോൾ ഈ ചേച്ചിയുടെ സാക്ഷിയടക്കം ഇതിപ്പോൾ എൻ്റെ ഒരു അറിവിലനുസരിച്ച് ഒരു 4-ാമത്തെ 5-ാമത്തെ സാക്ഷിയാണ് ഈ സമാനമായ സാക്ഷ്യം വരുന്നത്. ഇത് ആൺകുട്ടികൾ കമ്മലിട്ടതിൻ്റെ പേരിൽ ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വീട്ടിലെ കുടുംബക്കാർക്കോ വലിയ സഹനം വരാൻ സാധ്യതയുണ്ട് കേട്ടോ.